എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കബൂട്ടോ അവൻ കൊടുത്ത ആ ഒരു സ്പെഷ്യൽ പവർ അത് മറ്റൊന്നുമല്ല, യാമുട്ടോ സെൻസായിയുടെ ആ വുഡ്ജിപ്സു പവറാണ്. മാധുരയാണെങ്കിൽ ആ ഒരു വുഡ്ജിപ്സു അതുപയോഗിച്ച് ആ ഷിനോബികളെ മുഴുവൻ അട്ടിച്ച് തെറിപ്പിക്കും. കുട്ടപ്പനാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അപ്പാ നൈൻ ടൈല് അതിപ്പോ കുട്ടപ്പനോട് പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഈ പ്രാവശ്യമെങ്കിലും നീ എന്നെ വിശ്വസിക്ക്, എന്റെ പവർ അത് നീ എടുക്ക്, നിനക്കെന്നെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് എന്റെ പവർ എടുത്ത് അവരെ അറ്റാക്ക് ചെയ്യാം. കുട്ടപ്പനാണെങ്കിൽ നൈൻ ടൈലിനെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നറിയാത്ത കൺഫ്യൂഷനിലാണ്. കുട്ടപ്പനുടനെ ഇപ്പൊ നൈൻ ടൈലിന്റെ പവർ അത് ടേക്ക് ഓവർ ചെയ്യും. അതിനുശേഷം ജയന്റ് റസൻഗണ്ടിന്റെ വലിയൊരു മാല തന്നെ തീർത്ത് അതങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്ന് മാധുര തീർത്ത ആ ഒരു വുഡ്ജിപ്സു അത് മുഴുവനായിട്ടും ഇപ്പൊ തകർത്ത് കളയും. മാധുരയാണെങ്കിൽ കുട്ടപ്പന്റെ ആ ഒരു പവർ കണ്ട് ഇപ്പൊ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. അതേസമയം കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവന്റെ പവർക്ക് നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓൾറെഡി ഇത് കുട്ടപ്പന്റെ ക്ലൗൺ ആണ്, ഇനി എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയാന്ന് ആലോചിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അത് കണ്ട് അപ്പൂപ്പ ഹോക്കാക ആള് പറയും, ഇനി എന്റെ ടൈമാണ്, ഞാനാണ് ഇനി മാധുരമായിട്ട് ഫൈറ്റ് ചെയ്യുക. ടമര് ടെൻഷനായിട്ട് പറയും, അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ ഓൾറെഡി ഒരുപാട് ടയേർഡാണ്, ബോഡിയിൽ ഒരുപാട് പരിക്കുകളും ഉണ്ട്, നിങ്ങളെ കൊണ്ട് ഒരിക്കലും അവനെ എതിർത്ത് നിൽക്കാനാവില്ല. പക്ഷെ അപ്പൂപ്പ ഹോക്കാകെ ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ഇപ്പൊ മാധുരയുടെ അടുത്തേക്ക് വരും. അപ്പൂപ്പ ഹോക്കാകെ കാണുമ്പോ ഇപ്പൊ മാധുര ചിരിക്കും. മാധുര ചോദിക്കും, നമ്മുടെ പഴയ ബാറ്റില് അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതിന്റെ ബാക്കി നമുക്കിപ്പൊ തീർക്കാം. എന്റെ കയ്യിൽ കുറച്ചുകൂടെ പവർ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൂപ്പ ഹോക്കാകെ പറയും, 3 തവണ നമ്മൾ വാർ നടത്തി, ആ 3 വാറിലും നിരപരാധികളായ ഒരുപാട് പേര് മരിച്ചു വീണു. പക്ഷെ ഒരു വാറിൽ പോലും കൃത്യമായ ഒരു തീരുമാനവും നമുക്ക് എടുക്കാനായില്ല. എന്റെ മനസ്സിൽ ഇപ്പൊ വെറുപ്പ്, പ്രതികാരം അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഒന്നാണ്. നിന്നെ കഴിഞ്ഞും ഒരുപാട് കാലം ഞാനിവിടെ ജീവിച്ചു, അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പവർ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങളുടെ ലക്ഷ്യം അതൊന്നു മാത്രമാണ്, ലോക സമാധാനം. അതിന് മാധുര അവരിപ്പോ ഹൊക്കാകെ പുച്ഛിക്കും. മാധുര പറയും, നിനക്കിനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ആ ഒരു എറ്റേണൽ സുക്കിനെ അതിലേക്ക് എന്നേക്കുമായി കൂപ്പുകുത്തി വീഴാൻ പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹൊക്കാകെ ആൻറ്റി ആള് പറയും, എന്നെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഇവിടുന്ന് കൊണ്ടുപോകണം, എനിക്കിപ്പോ ആ ബാറ്റിൽ ഫീൽഡിലേക്ക് പോയേ തീരൂ. അതിന് ആ പെണ്ണ് പറയും, എറ്റീരിയൽ ടെലിപ്പോർട്ടേഷൻ അത് തേർഡ് റേക്കാകയിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. ആക്ച്വലി അത് മനുഷ്യന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതല്ല, മറിച്ച് സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. തേർഡ് റേക്കാകയുടെ ബോഡി മുഴുവൻ ഷീൽഡാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ ഒരു വിദ്യ ഉപയോഗിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഹൊക്കാകെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വലിയ ആപത്തുണ്ടാവും. ഷിക്കാഗോ പറയും, അവള് പറയുന്നത് ശരിയാണ്, അങ്ങനെ പോയാ ആ ഒരു മാർഗം അത് സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് നിന്റെ ബോഡിക്ക് ഒരുപാട് പരുക്ക് പറ്റും, ചിലപ്പോ നിനക്ക് നിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. റേക്കാക നിങ്ങളെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഷിക്കാഗോ റേക്കാഗയോട് പറയും. ഷിക്കാഗോ റേക്കാഗയോട് പറയും. ഉടനെ റേക്കാക ആള് പറയും, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെ ഇവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്യേ. അത് കേട്ട് ഷിക്കാഗോന്റെ കാറ്റ് പോവും. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ആള് തലയ്ക്ക് കൈ കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ മിസുകാഗയുടെ ആ ഒരു ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടേക്കും ഇപ്പൊ കുട്ടപ്പനെത്തി അവന്റെ പവർ ഉപയോഗിച്ച് ആ ബ്ലാക്ക് സെറ്റ്സുവെ അറഞ്ചം പൊറഞ്ചം വെട്ടി അങ്ങനെ തൂക്കേറിയും. അപ്പൊ കറക്റ്റ് സമയത്ത് ഷിക്കാഗോ ആളിപ്പോ ഗെന്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഷിക്കാഗോ പറയും, ഒന്നും മിണ്ടരുത്, ഞാൻ പറയുന്ന കാര്യം അത് കറക്റ്റായിട്ട് നീ കേൾക്കണം. റിയൽ മാധുര ആള് റിയാനിമേഷനിലൂടെ ഇപ്പൊ തിരികെ എത്തിക്കഴിഞ്ഞു. അത് കേട്ടവൻ അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ റേക്കാകയും ഒക്കാകെ ആൻറ്റിയും അവർ രണ്ടുപേരും നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത സെക്കൻഡ് അവൾ എറ്റീരിയൽ ലൈറ്റ്നിങ് ജിപ്സു അതിപ്പോ അവരുടെ രണ്ടുപേരുടെയും ബോഡിയിലേക്ക് അങ്ങനെ കടത്തി വിടാണ്. ആ ഒരു ലൈറ്റ്നിങ് ഫോഴ്സ് അത് ഫുൾ ഫോഴ്സില് ഇപ്പൊ അവരുടെ ബോഡിയിൽ അങ്ങനെ റിഫ്ലക്ട് ചെയ്തോണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മിസുകാകെ കാണിക്കും. ആൾക്കും ഇപ്പൊ എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ട് കിട്ടും. അവൾക്ക് ചുറ്റും ഇപ്പൊ ഗെന്മ സ്ക്വാഡ് അവരങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അവരെ കൊണ്ട് ഫ്ലൈയിങ് സ്റ്റൈൽ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആ ഒരു ജിപ്സുവിന്റെ സഹായത്താല് മിസുകാകയും ഇപ്പൊ ടെലിപ്പോർട്ട് ആവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്.
മിസുകാക ചോദിക്കും, നിങ്ങളെങ്ങനെ ഈ ജിപ്സു അത് പഠിച്ചെടുത്തു? അതിനവര് പറയും ഫോർത്ത് ഹൊക്കാഗെ അദ്ദേഹത്തെ ടെലിപ്പോർട്ടേഷൻ ചെയ്യാനാണ് ഞങ്ങളിത് ആദ്യമായി പഠിച്ചതും പരീക്ഷിച്ചതും. ഇപ്പൊ ഇത് വലിയൊരു അനുഗ്രഹമായി മാറി. മിസുകാക ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ ഒരു ജിപ്സു അതുപയോഗിച്ച് മിസുകാഗയെ കറക്റ്റ് ആയിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ചോച്ചിറോ പറയും, ലേഡി മിസുകാഗെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മാധുരയുടെ അടുത്തേക്ക് പോയി അവനെ അടിച്ചു തോൽപ്പിക്കണം. ഞാൻ ആക്ച്വലി 7 സ്ക്വാഡ് ഓഫ് നിഞ്ചയിലെ ഒരു മെമ്പറാണ്. ഈ ഒരു പ്രദേശം, ഇവിടെയുള്ള ജനങ്ങളെയും ഷിനോബികളെയും എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ മാധുരയും സെക്കൻഡ് ഫിജികാഗയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായി കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇത്തവണ അവരെ നേരിടുന്നത് മറ്റാരുമല്ല, റെയ്ക്കാഗയും നമ്മുടെ ഹൊക്കാഗെ ആന്റിയുമാണ്. രണ്ട് ടീമും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഇപ്പൊ എയറിൽ പറന്നു വന്ന് അങ്ങനെ പരസ്പരം ആഞ്ഞിട്ടിക്കുകയാണ്. ആ ഒരു വമ്പൻ ഏറ്റുമുട്ടലില് ഇപ്പൊ ഹൊക്കാഗെ ആന്റിക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റും. പക്ഷെ എന്താ, ഹൊക്കാഗയുടെ മെഡിക്കൽ ഗെഞ്ചിപ്സു അതുപയോഗിച്ച് ഇപ്പൊ ഹൊക്കാഗ ആളുടെ ബോഡി തന്നെ ഹീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. കുട്ടപ്പനും അപ്പൂപ്പ ഹൊക്കാഗയും അങ്ങനെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് ആ ഫൈറ്റ് കാണാണ്. അപ്പൊ കറക്റ്റ് ടൈമില് മിസുകാഗ അവളും ഇപ്പൊ അവിടേക്ക് എത്തും. മിസുകാഗ ചോദിക്കും, എല്ലാവരും ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അതിന് അപ്പൂപ്പ ഹൊക്കാഗ പറയും, ആർക്കും ഒരു കുഴപ്പമില്ല. ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലവും ഞാൻ കാത്തിരുന്നത്. 5 ഹൊക്കാഗമാരും ചേരുന്ന ആ ഒരു മുഹൂർത്തം, അതിപ്പോഴാണ് ശരിക്കും സംഭവിച്ചത്. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ 5 കാഗാസിനെയും കാണിക്കും. അവർക്ക് 5 പേർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരേ ഒരു എതിരാളി മാധുര ഉച്ചിഹ. മാധുര പറയും, നിങ്ങൾ 5 അല്ല 10 പേരാണെങ്കിൽ യഥാർത്ഥ പവറിനും ശക്തിക്കും മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല. അപ്പൊ അതേ സമയത്ത് ഹൊക്കാഗെ ആന്റി അവള് നൈസായിട്ട് ആ ഒരു ഗ്യാപ്പില് അവളുടെ മെഡിക്കൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഗാറയെയും അപ്പൂപ്പ ഹൊക്കാഗയെയും അവർ രണ്ടുപേരെയും വളരെ സ്പീഡില് ഇപ്പൊ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഹൊക്കാഗെ ആന്റി വിളിച്ചു പറയും, റൈക്കാഗ ആൻഡ് മിസുകാഗ, നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഫൈറ്റ് ചെയ്യ്, ഞാൻ എത്രയും പെട്ടെന്ന് ഇവരെ ഹീൽ ചെയ്ത് തീർക്കാം. ഉടനെ അവർ രണ്ടുപേര് കളത്തിലിറങ്ങി ഇപ്പൊ അറ്റാക്ക് ആരംഭിക്കും. റെയ്ക്കാഗ കൈ ചുരുട്ടി ഇപ്പൊ മാധുരയെ ഇട്ടിച്ച് തെറിപ്പിക്കും. റെയ്ക്കാഗയുടെ ആ ഒരു ഇടിയില് ഇപ്പൊ മാധുര അവൻ അങ്ങനെ തെറിച്ചു പോവും. മിസുകാഗ ആവട്ടെ അവളുടെ ലാവ അതിപ്പോ മാധുരയ്ക്ക് നേരെ അങ്ങനെ തുപ്പാണ്. പക്ഷെ മാധുര അവൻ വിട്ടുകൊടുക്കില്ല. അവൻ വീണ്ടും ഇപ്പൊ സുസാനയെ അതിനെ ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ആരംഭിക്കും. അപ്പൊ വേറെ 4 ഷിനോബികള് അവരിപ്പോ ടീമായി വന്ന് ആ സെക്കൻഡ് മിസുകാഗെ ആളെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഹൊക്കാഗെ ആന്റി ആണെങ്കിൽ അവളുടെ പവർ വീണ്ടും ഡബിൾ ആക്കി മാറ്റി അവരെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ കുട്ടപ്പൻ അവൻ ടെൻഷനായിട്ട് ഹൊക്കാഗെ ആന്റിയോട് പറയും, ഹൊക്കാഗ, നിങ്ങളുടെ പവർ അത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വയസ്സായി ടയർഡായി താഴെ വീഴും. അതിന് ഹൊക്കാഗെ ആന്റി പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ ബോഡിയിൽ ഇപ്പൊ ഒരുപാട് ചക്ര പവർ ബാക്കിയുണ്ട്. മാത്രമല്ല വെറും 2 പേർക്ക് മാത്രമാണ് ഞാൻ എന്റെ പവർ അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംഭവിക്കില്ല. അത് കേട്ട് കുട്ടപ്പന് ഹാപ്പി ആവും. അപ്പൊ അവൻ പറയും, ഞാനൊരു ക്ലൗൺ ആണ്, പക്ഷെ എനിക്കും ബോഡി മുഴുവൻ ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. എന്നെ കൂടെ ഹൊക്കാഗ ഹീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കും എന്റെ പവർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അപ്പോഴേക്ക് മാധുര അവൻ വമ്പ സ്റ്റൈലായിട്ട് ഇപ്പൊ പുറത്തേക്ക് നടന്നു വരും. മാധുര ഇപ്പോ സുസാനയുടെ ഉള്ളിൽ വെച്ച് ശൂര്യങ്കം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ നമ്മുടെ 5 കാഗാസ് അവർക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. ഉടനെ ഗാറയും അപ്പൂപ്പ ഹൊക്കാഗയും അവർ രണ്ടുപേരും ചേർന്ന് സാൻഡും സ്റ്റോണും ഉപയോഗിച്ച് ഇപ്പൊ അതിനെ ഡിഫീറ്റ് ചെയ്ത് തകർത്ത് കളയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സെക്കൻഡ് ഫിജികാഗയെ കാണിക്കും. ആളാണെങ്കിൽ മാധുരയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചുറ്റുമുള്ള ഷിനോബികളെ മുഴുവൻ തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. റെയ്ക്കാഗയുടെ പുറത്ത് കയറി അപ്പൂപ്പ ഹൊക്കാഗ അവർ രണ്ടുപേരും ഇപ്പൊ നിമിഷ നേരം കൊണ്ട് സെക്കൻഡ് ഫിജികാഗയുടെ അടുത്തെത്തും. സെക്കൻഡ് ഫിജികാഗ അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ അപ്പൂപ്പ ഹൊക്കാഗ ആളവനെ ഒരൊറ്റ അടി അടിക്കും. ആ അടിയില് അവൻ തെറിച്ചുപോയി കറങ്ങി അടിച്ച് താഴെ വീഴും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ വീണ്ടും നിലവിളിക്കും, ഹൊക്കാഗെ ആന്റി എന്നെ കൂടെ ഹീൽ ചെയ്യ്, എന്നെ കൂടെ ദയവ് ചെയ്ത് ഹീൽ ചെയ്യ്. അതിന് അപ്പൂപ്പ ഹൊക്കാഗ ആള് പറയും, നറൂട്ടോ, ഞങ്ങൾ 5 കാഗാസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മാധുരയെ ഇവനെ കൈകാര്യം ചെയ്യും. ഉറപ്പായിട്ടും ഇനി ഇവൻ തിരിച്ചു വരില്ല. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ബാറ്റിൽ ഫീൽഡിലേക്ക് നീ പോണം. അവിടെ ചെന്ന് ആ വില്ലന്മാരെ എല്ലാവരെയും നീ തകർക്കണം. അടുത്ത മാധുരയെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവനെ തടയാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ പോലും നിന്റെ കയ്യിൽ ഭദ്രമായിരിക്കണം. അത് കേൾക്കേണ്ട താമസം
കുട്ടപ്പന്റെ ക്ലൗണ് അതവിടെ ബ്രേക്ക് ആവും. ക്ലൗൺ ബ്രേക്ക് ആയ അതേ സമയത്ത് തന്നെ എല്ലാ ഇൻഫർമേഷനും ഇപ്പൊ കുട്ടപ്പന് കിട്ടും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നാറൂട്ടോടെ തൊട്ടു മുൻപില് ആ സെക്കൻഡ് മാതുര മാസ്ക് വെച്ച ഹിഡൻ മാതുരയും അവന്റെ ശിങ്കിടികളായിട്ടുള്ള ആ മോൺസ്റ്റേഴ്സും മാസ്ക് മാതുരയും നമ്മുടെ കുട്ടപ്പനും അവർ രണ്ടുപേരും കൂട്ടിയിടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.